ജാമിദ ടീച്ചർ, അതേപോലെ തന്നെ ഷെഫീന ബീവി. ഇവരെ രണ്ടുപേരെയും ചിലപ്പോൾ മലയാളികൾക്ക് പല ആളുകൾക്കും അറിയാൻ സാധ്യത കൂടുതലാണ്. കാരണം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടു പേരാണ് പലപ്പോഴും ഈ രണ്ട് ആളുകളും. അതേപോലെ തന്നെ യൂട്യൂബിനെ ബാധിച്ച ചെറിയ രീതിയിലുള്ള ഒരു വൈറസ് ആണെന്ന് പലപ്പോഴും ഇവരുടെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ വർഗീയത, അതല്ലെങ്കിൽ പച്ചത്തെറികൾ, അതല്ലെങ്കിൽ സ്വന്തം കാര്യം ഇങ്ങനെ വിളിച്ചു പറയുക, ഇങ്ങനെ പലതും ഇവരുടെ പല വീഡിയോകളിലും ഉൾക്കൊണ്ടിട്ടും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഈ രണ്ടു പേരും പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അതിനിടയ്ക്ക് വന്ന് ആ കലക്ക വെള്ളത്തിൽ മീന് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ മറുനാടൻ മലയാളി. മറുനാടൻ മലയാളിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാജൻ സക്കറിയ എന്ന ഒറ്റക്കൊമ്പന്റെ കീഴിൽ നടന്നു പോകുന്ന വലിയ 2-3 ചാനലുകളുണ്ട്. അതിലൊന്നാണ് മറുനാടൻ മലയാളി. മറുനാടൻ TV, മറുനാടൻ മലയാളി, അങ്ങനെ പല വിധത്തിലും ഇവരുടെ ചാനലുകളെ അറിയപ്പെടാമെങ്കിലും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെയും തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ മറുനാടൻ. അതായത് കുറച്ചൊക്കെ ദീർഘദൃഷ്ടിയും അങ്ങനെ പലതും കൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ചാനൽ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിയതും. ഒരുപക്ഷെ അവരുടെ വർഷത്തിലേക്കുള്ള ടേൺ ഓവറൊക്കെയും തന്നെ ഈ ചാനലിന്റെ പിൻബലത്തിൽ ഒരുപാട് ഉയർത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ന്യൂസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇപ്പോഴെവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നാൽ, മരിക്കാൻ സാധ്യതയുള്ള ആക്സിഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചു എന്ന രീതിയിൽ തന്നെ ഇവർ വാർത്ത പ്രചരിപ്പിക്കും. ഒരുപക്ഷെ പിന്നീട് അവർ മരണപ്പെടുകയാണെങ്കിൽ ഇവർ ചെയ്ത വാർത്തകൾ ശരിയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവരാണെന്ന ക്രെഡിബിലിറ്റി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ന്യൂസുകളിൽ ഒരു പക്ഷം ചേരുകയും അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ അവരെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പലപ്പോഴും സംഘ് പരിവാറിന് അനുകൂലമാവുന്ന രീതിയിലായിരുന്നു ഇവരുടെ ന്യൂസുകളൊക്കെയും തന്നെ വന്നിരുന്നത്. എന്നാൽ ചില സമയത്തെങ്കിലും സാജൻ സക്കറിയ ശക്തമായി നീതിയുടെ ഭാഗത്ത് നിലനിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കലും തന്നെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത, ഒരു തരത്തിലും ലോജിക്കില്ലാത്ത വാർത്തകളും ഇവരുടെ ചാനലിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വാർത്തകൾ പടച്ചുവിടാൻ ഇവരെക്കാട്ടി മിടുക്കരായിട്ട് മറ്റൊരു ചാനലും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് എവിടെയെങ്കിലും ഒരു തൂവൽ വീണു കിട്ടിയാൽ ഇവർ ഉടനെ തന്നെ ഇവരുടെ ചാനലിൽ പറയും ആ റോട്ടിൽ ഒരു പക്ഷി ചത്തുകിടക്കുന്നു എന്ന രീതിയിലായിരിക്കും ഇവരുടെ ചാനലുകളിൽ വാർത്ത വരുന്നത്. ഇനി ഒരു പക്ഷിയാണെന്ന് വാർത്ത നൽകിയത് കൊണ്ട് തന്നെ അതാരും ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് ഇവർ പറയും ഒരു കൂട്ടം പക്ഷിയാണ് അവിടെ ചത്തുകിടന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു തൂവൽ മാത്രമായിരിക്കാം. എന്നാൽ ഇവർ പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് മമ്മൂട്ടിക്ക് ആദ്യം കുടലിലേക്ക് ക്യാൻസർ വരുത്തിച്ചത് വരെ അതിന്റെ സത്യാവസ്ഥ ഇന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇവരുടെ ചാനൽ പലപ്പോഴും വരുന്ന ന്യൂസുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് അതുപോലെ ഒരു ജാമിദയും അതേപോലെ തന്നെ ഈ ഷെഫീനയും തമ്മിൽ വാക്കുപോര് നടക്കുന്നതും യൂട്യൂബിൽ അവർ പരസ്പരം കൊമ്പ് കോർക്കുന്നതും. ആ സാഹചര്യത്തിൽ തന്നെ ജാമിദ ഇതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ വിധി മറുനാടൻ മലയാളി തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതായത് ഷെഫീന ബീവിക്കെതിരെ കോടതി ഇടപെടുകയും അവരുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കുകയും അവർക്കെതിരെ വാറണ്ട്, അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ഇവർക്ക് തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ചാനലിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനൊരു കേസ് നിലനിൽക്കുന്നുണ്ടോ, ഇനി ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നതിന് കൃത്യമായ ഒരു തെളിവും ഇവർ പോലും നൽകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതുപോലെയാണ് ഇവരുടെ വാർത്ത. അതായത് ഇവർ ആരെയാണോ അനുകൂലിക്കുന്നത് അവർക്ക് അനുകൂലമായി എന്ത് വാർത്ത ചെയ്യാനും ഇവരുടെ ചാനൽ പലപ്പോഴും അടിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആർക്കെങ്കിലും എതിരെ ഇവർ എന്ത് വേണമെങ്കിലും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും അവരെങ്ങാനും ഇവരോട് പ്രതിരോധിക്കാൻ പോയാൽ അവർക്കെതിരെ എന്ത് തന്നെ ചെയ്യാനും മടിയില്ലാത്ത രീതിയിൽ അവരെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അതിനൊക്കെയും തന്നെ ഇവർ പരിശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സാജൻ സക്കറിയ നേരിട്ട് വന്ന് വാർത്തകളിൽ ഇവരുടെ പല ചെറുപ്പകാലങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിച്ച് ഒരു കഥകളെ ഉണ്ടാക്കി അത് അടച്ചു വിടുകയും ചെയ്യും. ഒരു പക്ഷേ പല ആളുകളും അത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അത് മുഴുവനും കള്ളമാവണമെന്നില്ല, എന്നാൽ അതിൽ കള്ളങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് അൻവറിന്റെ വിഷയത്തിൽ സാജൻ സക്കറിയയുടെ ഇടയിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ. ഈ അൻവർ വിഷയം ഒരുപക്ഷെ കേരളത്തിൽ ഒരു സമയത്ത് കത്തി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ സാഹചര്യത്തിൽ അൻവറിനെതിരെ പലപ്പോഴും ന്യൂസുകൾ ചെയ്യുകയും മറ്റും പലതും ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാജൻ സക്കറിയ താനുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് അൻവറിനെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചതെന്നും തന്നോട് കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറയാതെ പറയുകയായിരുന്നു പലപ്പോഴും സാജൻ സക്കറിയ ചെയ്തത്. അതേപോലെ തന്നെ അൻവർ സാജൻ സക്കറിയുടെ ചാനൽ ഞാൻ പൂട്ടിക്കുമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 1-2 ദിവസം ഈ ചാനലിന് പൂട്ടി വീഴുകയും ചെയ്തിരുന്നു. അതായത് അവരുടെ ചാനലിനെതിരെ ആരൊക്കെ തിരിയുന്നുവോ അവർക്കെതിരെ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ തന്നെ സാജൻ സക്കറിയയെ കൊണ്ട് സാധിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. അതായത് അവർക്കെതിരെ ആര് തന്നെ തിരിഞ്ഞാലും അവരെ
കൃത്യമായ രീതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. അതിനുവേണ്ടി എന്ത് തന്നെ തറവേല ചെയ്യാനും സാജൻ സക്രിയ തയ്യാറാവുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവരുടെ പല ന്യൂസുകൾ കണ്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തിഹത്യ അങ്ങനെ പലതും ഇവരുടെ നിഘണ്ടുവിൽ തന്നെയുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ പലപ്പോഴും ഇവർക്കെതിരെയും ആർക്കെതിരെയും വേണമെങ്കിൽ എന്തും തന്നെ വിളിച്ചു പറയാൻ തയ്യാറാവുന്ന ഒരാളായത് കൊണ്ട് തന്നെ അവരോട് എന്തോ കൃത്യമായ രീതിയിൽ വൈരാഗ്യം ഉള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ ജാമിത എന്ന് പറയുന്ന ഈ സ്ത്രീയോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹം ഈ ചാനലിന് ഉള്ളത് കൊണ്ടോ എന്നറിയില്ല, അവർക്ക് തോന്നിയതുപോലെ ന്യൂസുകൾ ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇനി എന്തു തന്നെ പറഞ്ഞാലും ഒരു ബിസിനസ് എന്ന രീതിയിൽ ഒരു ചാനലിനെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോകാം, എങ്ങനെ അതിലൂടെ പൈസ ഉണ്ടാക്കാം എന്ന രീതിയിൽ കൃത്യമായ ഒരു ബിസിനസ്മാനായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സാജൻ സക്രിയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ ചെയ്യുവാനോ അതല്ലെങ്കിൽ മറ്റോ ആരെങ്കിലും മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവരുടെ വീഡിയോസ് എടുത്ത് ഇനി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് അതിലൂടെ ഇവരെ വിമർശിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ കോപ്പിറൈറ്റ് ക്ലെയിം അടക്കം നിങ്ങളുടെ ചാനലിനെ പൂട്ടിക്കാനായിരിക്കും ഇവർ ആദ്യം ശ്രമിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ള ഒരു ചാനലുകളും ഇതുപോലെ അവരുടെ വീഡിയോസ് എടുത്തതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഒരുപക്ഷെ ഏഷ്യാനെറ്റ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ബിഗ് ബോസ് അടക്കമുള്ള പ്രോഗ്രാമുകൾ മറ്റുള്ളവരും എടുത്ത് അത് കണ്ടന്റായി ചെയ്യുമ്പോൾ അവരുടെ ആ ചാനലിനും ആ പരിപാടിക്കും ദോഷമാവുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നതെങ്കിൽ മാത്രം അവരും കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ടെങ്കിലും ഇതുപോലെ ചാനലിനെ വിമർശിക്കുകയോ ഇവരോട് എന്തെങ്കിലും രീതിയിൽ വൈരാഗ്യപരമായി പറയുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അവർ ഇതുപോലെ ഇടപെട്ട് ആ ചാനൽ പൂട്ടിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നത് നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ തന്നെ പല ആളുകൾ പറയുന്നതും കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൂടുതലും ഇവരെ ബാക്കേണ്ടത് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മളെപ്പോലുള്ളവരെ ഒരിക്കലും തന്നെ ഇവർ തിരഞ്ഞെടുക്കില്ല. കാരണം ഇവരെങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിലായിരിക്കും നമ്മളടക്കമുള്ള സാധാരണക്കാരായ ആളുകൾ ഫേമസ് ആവാൻ പോകുന്നത്. പക്ഷേ ഈ ഫേമസ് ആയിട്ട് ഒരുപാട് ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും അവരെ വിമർശിച്ചുകൊണ്ട് ഉടനെ തന്നെ വീഡിയോ ഇറക്കുകയും അവരുടെ പല കാര്യങ്ങളും ഉള്ളതും ഇല്ലാത്തതുമായതൊക്കെ തന്നെ വിളിച്ചു പറയുകയും അതിലൂടെ ഇവരുടെ ചാനലിന് റീച്ച് കൂട്ടുകയും അതേപോലെ തന്നെ അവരെ തകർത്തെറിയാൻ ശ്രമിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിൽ കാണുന്ന വാർത്തകളൊക്കെയും തന്നെ സത്യമാണോ കള്ളമാണോ എന്നറിയാതെ അത് പറയുന്നത് സാജൻ സക്രിയയാണോ എങ്കിൽ മൊത്തം സത്യമായിരിക്കും എന്ന രീതിയിൽ തുള്ളുന്ന കുറേ മന്ദബുദ്ധികളും ഉണ്ട് എന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പലപ്പോഴും പ്ലസ്സായി ഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.